യു.എയിൽ ഇന്ത്യക്കാരുമായി ബന്ധപ്പെട്ട പാസ്പോർട്ട് വിസ സേവനങ്ങൾ അൽഹിന്ദ് കമ്പനി ഏറ്റെടുക്കുന്നതോടെ ഇനി നമ്മുടെ പാസ്പോർട്ട് റിന്യൂവൽ അടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അത്തരത്തിലേക്കായിട്ടുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. അത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ അധികം വൈകാതെ നമ്മുടെ പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് കഴിയും എന്നുള്ള ഒരു കാര്യമാണ്. നമ്മുടെ വിവരങ്ങൾ ഓൺലൈനായിട്ട് നമുക്ക് സമർപ്പിക്കാം. ബയോമെട്രിക്സ് അടക്കമുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി ശേഖരിക്കുന്ന തരത്തിലേക്ക് അതിന്റെ സംവിധാനങ്ങൾ കൊണ്ടുവരാനാണ് അൽഹിന്ദ് ആലോചിക്കുന്നത്. അതിനായിട്ട് നൂറുകണക്കിന് ഫീൽഡ് ഓഫീസർമാരടക്കം നിയമിതരായിട്ടുണ്ടെന്ന് അൽഹിന്ദ് പറയുന്നു. ജൂലൈ 1 മുതലാണ് യു.എയിലെ 7 എമിറേറ്റുകളിലായുള്ള 16 കേന്ദ്രങ്ങളിൽ അൽഹിന്ദിന്റെ ഓഫീസുകൾ, സെന്ററുകൾ തുറന്നു പ്രവർത്തിക്കുക. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള നിരക്കിൽ ഏറ്റവും വേഗത്തിൽ സൗകര്യപ്രദമായി പാസ്പോർട്ട് വിസ സേവനങ്ങൾ നൽകുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അൽഹിന്ദ് പറയുന്നു. നേരത്തെ BLS ഇന്റർനാഷണൽ ആയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട സേവനം നൽകിയിരുന്നത് ഇന്ത്യൻ എംബസി. എന്നാൽ ഒരുപാട് കംപ്ലൈന്റുകൾ അടക്കം വന്നതോടുകൂടിയാണ് അവരെ 2 വർഷത്തേക്ക് ഇതിന്റെ ടെൻഡർ നടപടികളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിദേശകാര്യ മന്ത്രാലയം വിലക്കിയത്. ഒന്നാമത്തേത് ലോങ് പ്രോസസ്സിംഗ് ടൈമാണ്. രണ്ടാമത് സ്റ്റാഫുകളുടെ വളരെ റൂഡായിട്ടുള്ള ബിഹേവിയർ ആണ്. ഒരുപാട് നിരക്കുകൾ ഈടാക്കുന്നു എന്നുള്ള പരാതികളൊക്കെ വളരെ വ്യാപകമായതോടുകൂടിയാണ് മറ്റൊരു കമ്പനി ആ സ്ഥാനത്തേക്ക് വരുന്നത്. മലയാളിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് അൽഹിന്ദ് കമ്പനി. മാറ്റങ്ങൾ വളരെ നല്ല രീതിയിൽ കൊണ്ടുവരും. സേവനങ്ങൾ വളരെ ഗുണപ്രദമായി തന്നെ നമുക്ക് ലഭിക്കുമെന്നാണ് ഇപ്പോ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ നമ്മളുടെ വാർത്ത നൽകുമ്പോൾ തന്നെ അതിനടിയിൽ വരുന്ന കമന്റുകളിൽ ഭൂരിഭാഗവും വളരെ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് അൽഹിന്ദിന്റെ കടന്നുവരവിനെ നോക്കി കാണുന്നത് എന്നുള്ളതാണ്. അൽഹിന്ദിന്റെ ചെയർമാൻ തന്നെ വ്യക്തമാക്കുന്നത് ഇപ്പൊ ഇന്ത്യൻ എംബസി നിശ്ചയിച്ചിട്ടുള്ള ഒരു നിരക്കുണ്ടല്ലോ, അത് പ്ലസ് 19 ദിർഹം മാത്രമായിരിക്കും കമ്പനി അധിക നിരക്കായി സേവനങ്ങൾക്ക് ഈടാക്കുക. ഏറ്റവും നല്ല സർവീസ് ഇന്ത്യക്കാർക്ക് നൽകാനായിരിക്കും അൽഹിന്ദ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ജൂലൈ 1 മുതൽ അൽഹിന്ദിന്റെ സേവന കേന്ദ്രങ്ങൾ യു.എയിൽ ഉടനീളം ആരംഭിക്കും. 16 കേന്ദ്രങ്ങളാണ് യു.എയിൽ അൽഹിന്ദ് ഓപ്പൺ ആക്കുക എന്നും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് ഇറാന്റെ നിയന്ത്രണങ്ങൾ വന്നതോടെ ലോക രാജ്യങ്ങൾ എത്രമാത്രം വലിയ ഊർജ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നുള്ളത് നമ്മൾ കാണുന്ന സമകാലിക യാഥാർത്ഥ്യമാണ്. ഹോർമൂസ് കടലിടുക്ക് അത്രമാത്രം തന്ത്രപ്രധാനമാണ്. അത് സ്വതന്ത്രമായി നിൽക്കേണ്ടത് ലോകരാജ്യങ്ങളുടെ അനിവാര്യതയുമാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള പല കാര്യങ്ങളുമാണ് ഹോർമൂസ് കടലിടുക്കിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ പൂർണ്ണമായും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഊർജ വിപണനവും ഊർജ കടത്തും സാധ്യമാവുകയില്ല എന്ന് യു.എ അടക്കമുള്ള രാജ്യങ്ങൾ വളരെ മുമ്പേ തന്നെ മനസ്സിലാക്കിയിരുന്നു. അതിന്റെ ഭാഗമായി ഹോർമൂസിന് ബദലായി ഒരു പുതിയ പാത യു.എ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ്. അതിൽ യു.എ ഏറെ മുന്നിട്ടിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇനി പറയാനുള്ളത്. എണ്ണ കയറ്റുമതിക്ക് പുതുതായി നിലവിൽ വരുന്ന വെസ്റ്റ് ഈസ്റ്റ് എണ്ണ പൈപ്പ് ലൈൻ പദ്ധതിയിൽ ഏറെ മുന്നോട്ട് പോയിരിക്കുകയാണ് യു.എ. അടുത്ത വർഷത്തോടുകൂടി പദ്ധതി യാഥാർത്ഥ്യമാകും എന്നാണ് യു.എ.യുടെ വ്യവസായ നൂതന സാങ്കേതിക വിദ്യാമന്ത്രിയും അഡ്നോ ഗ്രൂപ്പ് സിഇഒയുമായ ഡോക്ടർ സുൽത്താൻ അഹമ്മദ് അൽ ജാബർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. പുതിയ പൈപ്പ് ലൈനിന്റെ 50% ജോലികൾ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് യു.എ.യുടെ മന്ത്രി തന്നെ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ 10 വർഷം മുൻപ് തന്നെ യു.എ ഇത്തരത്തിലുള്ള സാധ്യതകൾ സംബന്ധിച്ച മുന്നോട്ട് പോക്ക് നടത്തിയിരുന്നു. അതിന്റെ ജോലികൾ വളരെ വേഗത്തിൽ ഇപ്പോൾ പൂർത്തിയാക്കിയാണ് പുതിയ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട പശ്ചാത്തലത്തിൽ എന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അടുത്ത വർഷത്തോടെ പൈപ്പ് ലൈൻ പൂർണ്ണ സജ്ജമാകും. ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ ഒമാൻ ഉൾക്കടൽ തീരത്തുള്ള ഫുജൈറ തുറമുഖം വഴി അഡ്നോക്കിന്റെ എണ്ണ കയറ്റുമതി ഇരട്ടിയായി വർദ്ധിക്കും. ഹബ്ഷാൻ ഫുജൈറ പൈപ്പ് ലൈൻ വഴി പ്രതിദിനം 18 ലക്ഷം ബാരൽ എണ്ണയാണ് നിലവിൽ കടത്തിവിടുന്നത്. ലോകത്തിലെ ഏറ്റവും നിർണായകമായ എണ്ണ കടത്തുപാതയായ ഹോർമൂസ് കടലിടുക്കിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്ന ദീർഘകാല തന്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് 10 വർഷം മുൻപ് തന്നെ ഇതിനായുള്ള അടിസ്ഥാന സൗകര്യ നിക്ഷേപങ്ങൾ യു.എ ആരംഭിച്ചത്. അതിന്റെ പൂർണ്ണതയിലേക്കാണ് യു.എ ഇപ്പോൾ വരുന്നത്. പുതിയ പാത അടുത്ത വർഷത്തോടുകൂടി പൂർണ്ണ സജ്ജമാകും. ഇതോടുകൂടി ഹോർമൂസിനെ എണ്ണ കയറ്റുമതിക്ക് കടത്തിന് ആശ്രയിക്കേണ്ട സ്ഥിതി യു.എക്ക് ഇല്ലാതാകും എന്നാണ് അഡ്നോക് സിഇഒ അടക്കമുള്ളവർ വ്യക്തമാക്കുന്നത്. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. യു.എയിൽ ഈ വാരാന്ത്യത്തിലൊക്കെ കനത്ത പൊടിക്കാറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർ, പ്രത്യേകിച്ച് ഈ ആസ്മ പോലുള്ള അവസ്ഥകളൊക്കെ ഉള്ളവർ കാര്യമായ മുൻകരുതൽ എടുക്കണം എന്നാണ് യു.എ ആരോഗ്യ മന്ത്രാലയം അധികൃതർ ഓർമ്മപ്പെടുത്തുന്നത്. അലർജി ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർ വീടുകളിൽ തന്നെ തുടരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദുബായിലും ഷാർജയിലും അബുദാബിയിലും ഒക്കെ ശക്തമായിട്ടുള്ള പൊടിക്കാറ്റുണ്ട്. കാഴ്ച പരിധി 1000 മീറ്ററിൽ താഴെയായി കുറഞ്ഞതായി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രി വരെ കാലാവസ്ഥാ ജാഗ്രതകൾ ഉണ്ടാകും. കടൽ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കടലിൽ പോകുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണം എന്ന കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പും വന്നിട്ടുണ്ട്.
ആവശ്യമായിട്ടുള്ള ജാഗ്രതയും കാര്യങ്ങളും എടുക്കുക. പ്രത്യേകിച്ച് ഡ്രൈവ് ചെയ്യുന്നവരൊക്കെ പ്രത്യേക ജാഗ്രത പാലിക്കുക എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം ഓർമ്മപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യം.